ഇനി നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റാണല്ലോ, അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് കഴിയും. അപ്പോൾ അതൊരു 7 പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് 2 പോയിൻറ്റ്സ് ഒരു ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അത് ഒന്നിച്ച് പറയാം. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ മലയാളീകരിച്ച് പറയാം. ഒരു ബോറോവേഴ്സിന് അല്ലെങ്കിൽ ലെൻഡേഴ്സിന് ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാം. അതാണ് എന്ത് മണി മാർക്കറ്റ്. ഇപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത് 1 ഇയർ ആണ് പറയുന്നത്. മിനിമം 1 ഇയറിലേക്ക് വേണ്ടിയിട്ട്, അതായത് ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റീവ്ലി ഹൈലി ലിക്വിഡ് അല്ലെങ്കിൽ എന്താണ് ഇറ്റ്സ് ക്വിക്ക്ലി മാർക്കറ്റബിൾ അസറ്റ്സ്, അതിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് ക്യാപിറ്റൽ എന്നുള്ള ടേമിനെ നമുക്ക് അത്രയും നമ്മളെപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അറേഞ്ച്മെൻറ്റ് ദാറ്റ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ ക്ലെയിംസ് ആൻഡ് സർവീസസും. അതായത് മിനിമം ഒരു 3 ഇയറിലേക്ക്, ലോങ്ങർ ദാൻ 3 ഇയർ, 3 വർഷത്തിലും മുകളിലോട്ട് എന്ത് ചെയ്യാണ് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. ക്യാപിറ്റൽ മാർക്കറ്റിൽ അറേഞ്ച്മെൻറ്റ് നടത്തുക, അതായത് ഫിനാൻഷ്യൽ ക്ലെയിംസിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ. ഞാനതിൽ എഴുതാൻ വിട്ടുപോയൊരു ടേം കൂടിയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് രണ്ടും നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് മെൻഷൻ ചെയ്യണം. ലോങ് ടേം ആണ്, മറ്റേത് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ്. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻഫോർമലിയാണ്, നോട്ട് ഫോർമലി, ഇൻഫോർമലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നും അത് എത്ര വർഷത്തേക്കാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ബേസിൽ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇതിൽ ഞാൻ മണി മാർക്കറ്റിൽ 1 ഇയറും ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ്ങർ ദാൻ 3 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഇൻഫോർമലി പറയുന്ന ഒരു ടേംസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഇൻഫോർമലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ 3 ആയിട്ടാണ്: ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 5 ഇയേഴ്സാണ്. മീഡിയം ടേം എന്ന് പറഞ്ഞാൽ 5 to 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ മെച്യൂർഡ് ആകുന്നതാണ്. ദെൻ 10 ഇയേഴ്സിനേക്കാൾ കൂടുതലാകുമ്പോൾ അത് ലോങ് ടേം. ഇങ്ങനെ 3 ടേംസ് ആയിട്ടാണ് നമ്മളെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻഫോർമലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടേമിലേക്ക് പോവാം. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റ്. ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർട്ട്ഗേജ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ മോർട്ട്ഗേജ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് ലോൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ വീട്, ഹൗസിംഗ് ലോൺ എടുക്കും. വീട് പണി തീർത്തു, നമുക്ക് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വീടിൻ്റെ ആധാരം താൽക്കാലികമായിട്ട് ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ചെക്കൊക്കെ നമ്മൾ ഒപ്പിട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രോപ്പർട്ടീൻ്റെ പേരിൽ ഇമ്മൂവബിൾ ആയില്ല. അപ്പോൾ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീട് എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല. നമ്മൾക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേരിൽ നമ്മൾ ലോൺ എടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ആ പ്രോപ്പർട്ടി എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത, അതാണ് ഇമ്മൂവബിൾ. അങ്ങനത്തെ പ്രോപ്പർട്ടീൻ്റെ പേരിൽ നമ്മൾ ലോൺ എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ മോർട്ട്ഗേജ് ലോൺസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലോൺ ആവശ്യമുള്ള ആൾ, അപ്പോൾ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടീൻ്റെ പേരിലുള്ള ആ ഒരു അവകാശം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു കൊടുക്കുന്ന ആളെ നമ്മൾ ട്രാൻസ്ഫറർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫർ എന്നുള്ള 2 വേർഡ്സ് നിങ്ങൾ മുൻപ് ലോൺ ബിസിനസ് റെഗുലേഷൻസിൽ അല്ലെങ്കിൽ ലോസിൽ നിങ്ങൾ ആ ടേംസ് പഠിച്ചിട്ടുണ്ടാവും. ഈ മോർട്ട്ഗേജിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെ നമ്മൾ മോർട്ട്ഗേജറിനും ആ ഒരു ലോൺ എന്താണോ അവർക്ക് താൽക്കാലികമായിട്ട് ഇൻട്രസ്റ്റിന് വേണ്ടി ക്യാഷ് കൊടുക്കുന്നത്, ആ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ ഓണർഷിപ്പ് താൽക്കാലികമായിട്ട് ഏറ്റെടുക്കുന്ന വ്യക്തിയെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, മോർട്ട്ഗേജി എന്ന് പറയുന്നത്. കൊടുക്കുന്ന ആൾ മോർട്ട്ഗേജറും വാങ്ങുന്ന ആൾ മോർട്ട്ഗേജും ആയിരിക്കും. അപ്പം
ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതൊന്നുകൂടി ഞാൻ നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നതാണ്. അതായത് മോഡ്ഗേജിക്ക് സ്പെസിഫിക് പ്രോപ്പർട്ടീൻ്റെ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം അവരുടെ പ്രോപ്പർട്ടീൻ്റെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, അവർക്ക് ലോണ് കിട്ടുള്ളൂ. അതായത് ആ പ്രോപ്പർട്ടീൻ്റെ പേരിലുള്ള അവകാശം താൽക്കാലികമായിട്ട് എഴുതി കൊടുക്കണം. അപ്പം ലാസ്റ്റ് സെൻറ്റൻസ് ആണ്, ഇഫ് എ മോഡ്ഗേജ്ഡ് അസറ്റ് ഈസ് ഫർദർ മോഡ്ഗേജ്ഡ്, അതായത് ഓൾറെഡി വെച്ചൊരു ലോണിൽ പിന്നെ വെക്കുക. അതായത് ഇപ്പോൾ നമുക്കൊരു വീടുണ്ട്, ആ വീടുമ്പോൾ നമ്മൾ ലോൺ വെക്കുന്നത് ആദ്യം ഒരു 5 ലക്ഷത്തിന് വെച്ചു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതൊരു വീണ്ടും 5 ലക്ഷം ആവശ്യം വന്നപ്പോൾ അതുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ലോൺ ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, സെക്കൻഡ് ചാർജ് എന്ന് പറയുക. ഇറ്റ് ഈസ് നോൺ ആസ് സെക്കൻഡ് ചാർജ്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടേം പറഞ്ഞത്. സെക്കൻഡ് ചാർജ് എന്നാണ് അതിന് പറയുക. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ്. Financial guarantee market is an independent market. It is a financial service market. It is the center where finance is provided against the guarantee of a reputed person in the financial circle. Before providing loan, the lender will demand the borrower to find a guarantor who assures the repayment of the debt to the creditor. If the principal default payment, the amount will be recovered from guarantor. So guarantor is the security and there will be a special charges or fees for his services. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റ്. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാളെയും ആശ്രയിക്കാത്തത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ഒന്നും ആവശ്യപ്പെടാത്തത്. ഞാനൊരു എക്സാമ്പിൾ പോലെ പറയാം. സപ്പോസ് എനിക്ക് ലോൺ ആവശ്യമുണ്ട്, പക്ഷേ ഞാൻ ലോണിന് ആവശ്യപ്പെട്ടിട്ട് ഈ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ അവരൊരിക്കലും എൻ്റെ സെക്യൂരിറ്റീസ് ഒന്നും ആവശ്യപ്പെടില്ല. പകരം അവർ ആവശ്യപ്പെടൽ എനിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും. എനിക്കൊരു 10 lakh ലോൺ വേണമെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഈ 10 lakh ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പം സപ്പോസ് ഞാൻ അടച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഈ 10 lakh അടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരണ്ടറെ അവർ ആവശ്യപ്പെടും. അപ്പോൾ ഈ ഗ്യാരണ്ടറാണ് ശരിക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സപ്പോസ് ഈ ക്രെഡിറ്റർ അല്ലെങ്കിൽ ഈ ഒരു ആർക്കാണോ ലോൺ പ്രൊവൈഡ് ചെയ്ത് ആ സെർട്ടൻ പ്രിൻസിപ്പിൾ, അയാളുടെ കറക്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറയാം, ആ പ്രിൻസിപ്പിൾ ഈ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല എങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങും, ഗ്യാരണ്ടർ കയ്യിൽ നിന്നാണ് അത് റിക്കവർ ചെയ്യുക. അപ്പോൾ ഗ്യാരണ്ടർ ആയിരിക്കും അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്യാരണ്ടർ വെറുതെ നിൽക്കുക. ഗ്യാരണ്ടറിന് അയാൾ ചെയ്യുന്ന ആ ഒരു സർവീസിന് ഒരു സ്പെഷ്യൽ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. ഈ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റിൽ നിങ്ങൾ 2 കാര്യം കൂടി പഠിക്കാണ്ട്. ഈ 2 കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, സപ്പോസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ഒരു ചെറിയൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് അത് ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അപ്പം ഇതിൽ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ ഗ്യാരണ്ടർ അല്ലെങ്കിൽ ഗ്യാരണ്ടീസ്, 2 ടൈപ്പ് ഗ്യാരണ്ടീസാണ് വരുന്നത്. ഒന്ന് ആ ഗ്യാരണ്ടീസിൻ്റെ 2 ടൈപ്സും, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഗ്യാരണ്ടി കിട്ടാൻ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഗ്യാരണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാരണ്ടി ആവാൻ തയ്യാറാകുന്ന അയാൾക്കുള്ള ആ മെയിൻ സോഴ്സ് ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോഴേ ഈ ഒരു ടേം ഫിനിഷ് ആവുള്ളൂ. നിങ്ങൾക്ക് എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങളിത് എഴുതണമെന്നില്ല, പക്ഷേ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഈ ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി. ഈ ടൈപ്സ് ഓഫ് ഗ്യാരണ്ടീസ് ഗ്യാരണ്ടി ചെയ്യുന്നത് 2 രീതിയിൽ ഗ്യാരണ്ടി ചെയ്യുന്നു. പെർഫോമൻസ് ഗ്യാരണ്ടിയും സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. അപ്പോൾ ഈ പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർണസ്റ്റ് മണി, അതുപോലെ തന്നെ റീറ്റെൻഷൻ മണി, അഡ്വാൻസ് പേയ്മെൻറ്റ്, അതായത് ഒരുവിധം എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റ്സും കവർ ചെയ്യും ആര്, പെർഫോമൻസ് ഗ്യാരണ്ടി. ഈ പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ബാങ്ക് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പബ്ലിക് ബോഡി എന്ത് ചെയ്യാണ്, ഒരു കോൺട്രാക്ടറായിട്ട് ഏറ്റെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ആൾക്ക് നിങ്ങൾ ലോൺ കൊടുത്തോളൂ, ഇയാൾ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളാം എന്ന് ഏതെങ്കിലും ഒരു ബാങ്ക് ഏറ്റെടുക്കും ഒരു വ്യക്തിനെ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് ബോഡി ഏറ്റെടുക്കും. അങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റീടെൻഷൻ മണിയോ ഏർണസ്റ്റ് മണിയോ ഇതൊന്നും പേയ്മെൻറ്റ്സ് ഒന്നും ആര് ചെയ്യൂല, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ചെയ്യില്ല. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പേയ്മെൻറ്റ്സുകൾ മാത്രം ഏറ്റെടുക്കുള്ളൂ. ഇറ്റ് കവേഴ്സ് ഓൺലി ഫിനാൻഷ്യൽ കോൺട്രാക്ട്സ്. അതാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ആയിട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ മെയിൻ സോഴ്സസ് ആണ് താഴെ പറയുന്ന 3 എണ്ണം. പേഴ്സണൽ ഗ്യാരണ്ടി, ഗവൺമെൻറ് ഗ്യാരണ്ടി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. ഈ 3 ടേംസും പറഞ്ഞുതരാം. പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ചിട്ടി കമ്പനിയൊക്കെ ഉണ്ടല്ലോ, ചിട്ടി ഫണ്ട്സ്, അതേപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് ബാങ്ക്, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്താണ് തൽക്കാലത്തേക്കൊരു വേറൊരാൾ, ഒരു ഇൻഡിവിജ്വൽ, ഒരു നോർമൽ ഒരു പേഴ്സണൽ റിലേഷൻ, അത് വളരെ ചെറിയ എമൗണ്ട്സ് ഒക്കെ ഒരു 50,000 25,000 മിനിമം 1 lakh അത്രയൊക്കെ വരുള്ളൂ. വലിയ ഹ്യൂജ് ക്രോർസ് ഒന്നും വരില്ല. അങ്ങനത്തെ ഒക്കെ ലോൺസിന് വേണ്ടിയിട്ട് തൽക്കാലം പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിനെ നമ്മൾ ഗ്യാരണ്ടറാക്കി വെക്കുന്നതാണ് ഫസ്റ്റ് വൺ, പേഴ്സണൽ ഗ്യാരണ്ടി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ് ഗവൺമെൻറ് ഗ്യാരണ്ടി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗ്യാരണ്ടി ചെയ്യുകയാണ്. ഏതെങ്കിലും ചില ഇൻസ്റ്റൻസിൽ എന്ത് ചെയ്യുകയാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗ്യാരണ്ടി ആയിട്ട് നിൽക്കും. അതാണ് ഗവൺമെൻറ് ഗ്യാരണ്ടി. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. ആ ടേമിൽ തന്നെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാണ്, ഗ്യാരണ്ടി. ഇപ്പോൾ LIC കമ്പനി നിൽക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസോ, ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻസോ. ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വോയിസ് ചെറിയൊരു ലെക്ചർ നോട്ടാക്കിയിട്ട് താഴെ ചെറിയൊരു എക്സ്പ്ലനേഷൻ എഴുതുക. നിങ്ങൾക്ക് സോഴ്സസ് ഓഫ് ഗ്യാരണ്ടീസ് ഇൻ ഇന്ത്യ എന്നൊക്കെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് 3 എഴുതി വെച്ച മാർക്ക് കിട്ടില്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അപ്പോൾ നോക്കിയാൽ അറിയില്ല. ടെക്സ്റ്റ് ഇല്ലാത്ത ആളുകളായിരിക്കും നിങ്ങൾ കൂടുതൽ പേരും. മിക്കവാറും ഈ ഒരു വർഷം മുഴുവൻ ഓൺലൈൻ ക്ലാസ് ആണോ എന്ന് വരെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക. ഓരോ പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് ഓഡിയോ കേട്ടിട്ട് കറക്റ്റായിട്ട് ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് എഴുതിയിട്ട് തയ്യാറാക്കി വെക്കുക. എനിക്കത് ഇതിങ്ങനെ ഞാൻ വരച്ച പോലെ വരച്ചിട്ടുള്ള നോട്ട് എനിക്ക് കാണണ്ട, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വണ്ണാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ടേമിൽ തന്നെ ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോറിൻ കറൻസീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരലും ഹോം കറൻസീനെ അങ്ങോട്ടേക്ക് കൊടുക്കലും. ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും സെയിൽ ആൻഡ് പർച്ചേസ് അത് നടക്കുന്ന മാർക്കറ്റിനെ എന്ത് പറയുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ക്ലിയറായിട്ട് കുറച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരുപാട് പറയുന്നുണ്ട്, എല്ലാം കൂടി പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ആക്കണില്ല. ഇതിൻ്റെ ഡീലേഴ്സ് എന്ന് പറയുന്നത് ബാങ്ക്സ്, ബ്രോക്കേഴ്സ്, ആക്സെപ്റ്റൻസ് ഹൗസസ്, സെൻട്രൽ ബാങ്ക് ആൻഡ് ട്രഷറി. ഇത്രയാണ് ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഡീലേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബാങ്ക്സിനെ നമ്മൾ എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്നും പറയും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്നും കൂടി പറയും. ബാങ്ക്സ് ഹൂ ഡീൽസ് ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് എക്സ്ചേഞ്ച് ബാങ്ക്സ്. ഇനി നെക്സ്റ്റ് ടേമാണ്, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്ലോബൽ ഇക്കോണമിയാണ്. അതായത് ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ റിച്ചസ്റ്റ് എനി ടൈപ്പ് ഓഫ് പേഴ്സൺ, അതായത് ജനങ്ങൾക്ക്
ഡെയിലി ഡിസിഷൻസ്, നെസസറി ഗുഡ്സിൽ ഡെയിലി ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന എന്താ പറയുക കാര്യങ്ങൾ വരുന്നതാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. അതായത് നമുക്ക് ഉപ്പ് മുതൽ കർപ്പൂരം വരേക്കും അവൈലബിൾ ആകുന്ന മാർക്കറ്റ്, അതായത് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്. ഈ പ്രൊഡക്ട്സ് ഞാൻ ജസ്റ്റ് ബേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രഷ്യസ് മുതൽ ലോക്കൽ സാധനം വരേക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് മുതൽ കർപ്പൂരം വരേക്കും അവൈലബിൾ ആകുന്ന മാർക്കറ്റിനെയാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡിംഗ് നടക്കൂലേ? ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാങ്ങലും വിൽക്കലും. ഈ ഒരു ട്രേഡിങ്ങിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഫിസിക്കൽ അല്ലെങ്കിൽ സ്പോട്ട് ട്രേഡിംഗ്, രണ്ടാമത്തേത് ഡെറിവേറ്റീവ് ട്രേഡിങ്സ്. ഇതിൽ ഈ ഫിസിക്കൽ എന്താ പറയുക ട്രേഡിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഫിസിക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആർ ഡൺ ഫോർ ക്യാഷ് ആൻഡ് ഇമ്മീഡിയറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഈസ് ഡൺ. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, ക്യാഷ് കൊടുക്കുന്നു, സാധനം അപ്പം തന്നെ വാങ്ങുന്നു. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? സ്പോട്ട് മാർക്കറ്റാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫിസിക്കൽ ട്രേഡിങ്ങിനെ സ്പോട്ട് ട്രേഡിംഗ് എന്നും കൂടി പറയുന്നത്. പിന്നെ രണ്ടാമത്തെ വരുന്നതാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ്. ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്താണ്? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. സാധാരണ ഇത് പ്രൈവറ്റ്ലി നെഗോഷ്യബിൾ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാവാം, അതിന് നമ്മൾ OTC എന്നും കൂടി പറയും, ഓവർ ദ കൗണ്ടർ എന്ന് പറയും. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് ഇന്ന വിലക്ക് ഇത്ര പ്രൊഡക്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുക. ഇനി നെക്സ്റ്റ് ഈ ക്ലാസിഫിക്കേഷനിലെ ലാസ്റ്റ് വണ്ണാണ് ഡെപ്റ്റ് മാർക്കറ്റ്. ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റ് എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ്സ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരും? ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ്, ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞത്. ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുക, വാങ്ങലും വിൽക്കലും നടക്കുന്നതാണ് ഇവിടെ ഡെപ്റ്റ് മാർക്കറ്റിൽ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡെപ്റ്റ് മാർക്കറ്റിന് നമ്മൾ ഫിക്സഡ് ഇൻകം മാർക്കറ്റ് എന്ന് പറയും. അതേപോലെ ഫിക്സഡ് ഇൻകം മാർക്കറ്റ്, അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഫിക്സഡ് ഇൻകം മാർക്കറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ ടേം തന്നെ അന്തം വിട്ടിരിക്കേണ്ട. ഡെപ്റ്റ് മാർക്കറ്റ് തന്നെയാണ് ഫിക്സഡ് ഇൻകം മാർക്കറ്റ്. അപ്പോൾ എന്താണ്? ഡെപ്റ്റായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന ഇതാണ് എന്ത്? ഡെപ്റ്റ് മാർക്കറ്റ്. ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു കൺട്രീനെ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് പോലും, അതായത് നമ്മൾ കേട്ടില്ലേ ഡെവലപ്ഡ് കൺട്രീസ്, ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത് പോലും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു എന്താ പറയുക അതിനൊരു പ്രധാന പങ്ക് തന്നെയുണ്ട്. നമ്മൾ ഇന്ത്യയൊക്കെ എന്താണ് ഡെവലപ്പിംഗ് ആണ്. അപ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഡെപ്റ്റ് മാർക്കറ്റ്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് കൺസെപ്റ്റ് തീരുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് തേർഡ് കൺസെപ്റ്റിലേക്ക് പോവാം. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. അതിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷനുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ക്യാഷ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കുറച്ച് എമൗണ്ട് നമ്മൾ കടം വാങ്ങുകയോ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ലീഗൽ എവിഡൻസ്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? നമ്മളെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ലീഗലി തെളിവിനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള വല്ല ഡെപ്പോസിറ്റ് കാർഡ്സൊക്കെ നമുക്ക് തരും. നമ്മൾ ക്യാഷ് അതേപോലെ കടം വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതേപോലെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ ഗോൾഡ് വെച്ചതാണെങ്കിൽ ഗോൾഡ് വെച്ചതിൻ്റെ എവിഡൻസ്, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ ആണെങ്കിൽ അതിൻ്റെ എവിഡൻസ്, അതിനൊക്കെ എന്തായിരിക്കും? പ്രൂഫ്സ് ഉണ്ടായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്യൂമറബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് അല്ലേ. നമുക്ക് ഒന്നല്ല ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തത് അതേപോലെ തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റിന് ദീസ് ആർ ഡോക്യുമെൻറ്റ്സ് വിച്ച് റെപ്രസെൻറ്റ് ഫിനാൻഷ്യൽ ക്ലെയിം ഓൺ അസറ്റ്സ്. നമ്മൾ ക്ലെയിം ചെയ്യുന്ന അസറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റും കൂടിയാണ് എന്ത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ഇഷ്യൂ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ്. അപ്പം പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൈമറി ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം. പ്രൈമറി ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? നേരിട്ടിട്ട് തന്നെ നമുക്ക് എന്താണ് നമ്മൾ ആ ഒരു സെക്യൂരിറ്റിക്ക് എന്താണ് ഗ്യാരണ്ടി ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് നേരിട്ടിട്ട് അവർ തരിക. അതായത് ഇഷ്യൂഡ് ബൈ ദ അൾട്ടിമേറ്റ് യൂസർ ഓഫ് ദ ക്യാപിറ്റൽ ടു ദ ഫൈനൽ ഇൻവെസ്റ്റർ. ആരാണോ ഈ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് അയാൾ തന്നെ നേരിട്ടിട്ട് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റർക്ക് കൊടുക്കുക. അപ്പം എന്താ പറയുക, ഷെയർ ആയാലും അല്ലെങ്കിൽ ഡിബഞ്ചർ ആയാലും ഇങ്ങനത്തെ കേസുകളാണ് കൂടുതൽ എന്തിൽ വരുന്നത്? പ്രൈമറി സെക്യൂരിറ്റീസിൽ വരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന് പ്രൈമറി സെക്യൂരിറ്റി. അപ്പോൾ സെക്കൻഡറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ടാവില്ല, പകരം ഇങ്ങനെ ഇരിക്കും. ഏറ്റവും എന്താ പറയുക, അൾട്ടിമേറ്റ് യൂസർ ആരാന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഉണ്ടായിരിക്കും. ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആയിരിക്കും എന്ത് കൊടുക്കുക? അൾട്ടിമേറ്റ് സേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി. അവർക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആവും. അപ്പോൾ മറ്റേതിൽ ഞാൻ പറഞ്ഞു ഷെയർസും ഡിബഞ്ചേഴ്സാണ് വരിക. ഇതിൽ സാധാരണ രീതിയിൽ ഓപ്ഷൻസ്, സ്വാപ്സ്, ഹെഡ്ജ്, അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ്, ഡെറിവേറ്റീവ്സ്, ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഇതിൽ സാധാരണ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ബിക്കോസ് ഇതെന്താണ്? നേരിട്ടിട്ടല്ല നമുക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് 2 ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫീച്ചേഴ്സ്. അതും കൂടി കഴിഞ്ഞാൽ ഈ പോയിൻ്റ് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫറബിലിറ്റി. സോ ഈസിലി വി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദെൻ സെക്കൻഡ് വൺ, മിനിമം ട്രാൻസാക്ഷൻ കോസ്റ്റ്. പരസ്പരം ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഈസ് വെരി ലോവർ. ദെൻ റെഡി മാർക്കറ്റ് മീൻസ് എന്താണ്? എപ്പോൾ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം, സെയിൽ നടത്താം. ഇറ്റ് ഈസ് ഓൾവേസ് റെഡി ഫോർ ദ മാർക്കറ്റിംഗ്. Then next one, liquidity എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, it is easy to convert it into liquid form or it into cash. Then next one, security value. Security value means you can pledge it. അതായത് നമുക്കത് പണയം വെക്കാനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അതിൻ്റെ കയ്യിൽ ഇത്ര രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരാൾ ധൈര്യമായിട്ട് ക്യാഷ് തരും. നെക്സ്റ്റ്, ടാക്സ് സ്റ്റാറ്റസ് മീൻസ് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും, പല ടാക്സ് റിഡക്ഷൻ ചാൻസസ് കിട്ടും. ഈ ടാക്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 7th വണ്ണാണ് പ്രിവലൻസ് ഓഫ് അൺസർട്ടൈനിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ ചില വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നടക്കാനുള്ള സാധ്യതകൾ. അതായത് ചിലപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ സാധ്യതകൾ ഉണ്ടാവാനുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് നമുക്ക് ഒന്നുകിൽ ഡിവിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് മെച്യൂരിറ്റി പീരീഡ്. ഇറ്റ്സ് മേ ബി ഷോർട്ട് ടേം, ലോങ് ടേം ഓർ മീഡിയം ടേം. ഇതിലേത് സമയം വേണമെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് തീരാനുള്ള സമയം എടുക്കും. ദെൻ നെക്സ്റ്റ് വൺ, സിംപ്ലിസിറ്റി. അതായത് ദ പ്രൊസീജിയർ ടു മേക്ക് ഇൻ ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് വെരി സിമ്പിൾ. ദെൻ ലാസ്റ്റ് വൺ, ഫെസിലിറ്റേറ്റ്സ് ഫ്യൂച്ചർ ട്രേഡിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട്. അതായത് it may cover the risk arising out of price fluctuations or interest rate fluctuations like that in the future. So it facilitates for the future trading. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഇതേപോലെ പോയിൻ്റ് ആക്കി എഴുതാതെ എന്താണോ മനസ്സിലായത് അത് ഒരു വരിയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ നോട്ടിൽ എഴുതാൻ. കാരണം ഇതൊക്കെ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റിൻ്റെ ആ ഒരു മാർക്കേ കിട്ടുള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട്, അത് കേട്ടിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.